നജാഫ്, ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പോൾ പോലീസ് അന്വേഷണം എത്രത്തോളം വേഗത്തിൽ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ ചർച്ചയിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ നൽകിയ റിട്ട് പെറ്റീഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായാൽ ഈ ചർച്ചയിൽ കൃത്യമായി അതിൻ്റെ പോസിറ്റീവ് ഉൾക്കൊള്ളില്ല എന്ന് തോന്നുന്നു. പ്രധാനമായി കണ്ണൂരിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടത് കലക്ടറും ദിവ്യയും തമ്മിലുണ്ടായ കോണ്ടാക്ട് ഡാറ്റകൾ അത് കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരാവശ്യം കൃത്യമായി ആദ്യം ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അതിന് പുറമെ CCTV ഫുട്ടേജുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇത് രണ്ടിൻ്റെയും വിധി പറയാൻ വേണ്ടി ഡിസംബർ 3-ാം തീയതി കോടതി വെച്ച ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഇതുപോലൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് പ്രധാനമായി ഇങ്ങനൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കാൻ കാരണം? നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഏറ്റവും ബേസിക് ഒരു കാര്യം, ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗണുകളിൽ നടന്ന പ്രതിഷേധങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ആദ്യം തന്നെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ് നമ്മളൊക്കെ ഇപ്പോഴും സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ഈ അന്വേഷണങ്ങളിൽ മുഴുവൻ ഞങ്ങൾ ചോദ്യചിഹ്നം ഉയർത്തുന്ന പ്രശാന്ത് വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. എന്നാൽ ഇതിൽ ആരോപണ വിധേയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന സ്ഥലം അതും ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് മൂവ്മെൻറ്റ് നടത്തുമ്പോഴും അവരുടെ പാർട്ടി ബന്ധുക്കളുടെ പാർട്ടി ഇടപെടലുകൾ, പാർട്ടി ഗുണ്ടകളുടെ ഫോളോ അപ്പുകൾ ഉണ്ടാവും, ഇടപെടലുണ്ടാവും എന്ന് കൃത്യമായി അന്നു തന്നെ കോൺഗ്രസിൻ്റെ സമരങ്ങളുണ്ടായിരുന്നു, ലീഗിൻ്റെ സമരങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും പറഞ്ഞിരുന്നു. ഇതിൽ സത്യം പുറത്തു വരാതിരിക്കാനുള്ള ആദ്യത്തെ മൂവ്മെൻറ്റായി സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെയാണ്. അവിടെ നിന്നാണ് കുടുംബം സംശയിച്ചതുപോലെ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെടുന്ന ഘട്ടമുണ്ടാവുന്നത്, അതിന് നിർബന്ധിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതിൻ്റെ തുടക്കം അവിടെയാണ്. അവിടം തൊട്ട് സംശയം ആരംഭിക്കുന്നു. എന്നാൽ അതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം, BNSS നിയമപ്രകാരം നമ്മളൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടന്ന സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് കയറുമ്പോൾ പുതിയ നിയമപ്രകാരം ഫോളോ അപ്പ് ചെയ്ത സിസ്റ്റമാണ് പോകുന്ന ഇടങ്ങളിലൊക്കെ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടാവുക എന്നത്. ആദ്യമായി ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോലീസ് പോകുമ്പോൾ കൃത്യമായി അവിടത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ക്യാമറ ഉണ്ടായിരുന്നോ, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. അവിടെ ഇത്രയൊക്കെ നമുക്കറിയാം, ഒരു ജില്ല ഭരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ അതിന് മറുപടി പറയാൻ മടിയില്ലാതെ ജില്ലാ കലക്ടറുടെ മുന്നിൽ വെച്ച് എനിക്ക് നേരെ ഉണ്ടായ ആരോപണത്തിന് മറുപടി പറഞ്ഞ ഒരാൾ ഏതെങ്കിലും ഒരു കത്തെഴുതാതെ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത് റെപ്രസെൻ്റ് ചെയ്യാതെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇത്തരം സംശയങ്ങൾ കുടുംബത്തിന് മുമ്പിലുണ്ട്. അവിടെ കത്തില്ല. എന്നാൽ കുടുംബത്തിൻ്റെ അംഗീകാരം നൽകാതെ അല്ലെങ്കിൽ കുടുംബം എത്തുന്നതിന് മുമ്പേ നിർബന്ധപൂർവം എല്ലാ ആളുകളും പറഞ്ഞപ്പോൾ എവിടെ കൊണ്ടുപോയി ഈ വിചാരണ നടത്തി ഈ രൂപത്തിൽ നമ്മളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ ഒക്കെയും തള്ളി മാറ്റി കൃത്യമായി പ്ലാൻ നടപ്പിലാക്കി എന്ന ചിന്ത സ്വാഭാവികമായി കുടുംബത്തിന് മാത്രമല്ല ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കുള്ള ചിന്തയാണ്. ഇനി അതിനപ്പുറത്ത് നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ കോടതിക്ക് മുമ്പിലേക്ക് പോലീസിൻ്റെ ഇടപെടലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മഞ്ജുഷയുടെ ഭാഗമായി നിന്നുകൊണ്ട് വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ദിവ്യയെ കാണാതെ മുങ്ങി നടക്കുന്നത് പോലീസാണെന്നാണ് പ്രധാനമായി ഉന്നയിച്ച ഒരു വാദം. അതുതന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന, പോലീസ് മടിച്ചു നിൽക്കുന്ന, പോലീസ് കാണാതിരിക്കുന്ന, പോലീസ് അന്വേഷണം നടത്താത്ത ഒരുപാട് മേഖലകളുണ്ട്. പ്രധാനമായ ഒന്ന്, ഈ സമയമായിട്ടും സ്പെഷ്യൽ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ചുമതല നൽകിയിട്ടും ഈ കലക്ടറും ഈ ദിവ്യയും തമ്മിലുള്ള കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞോ? ഇനി പോട്ടെ, നിരന്തരമായി പോലീസ് ആവശ്യാനുസരണം ദിവ്യയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ദിവ്യ പോകുന്നിടമൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇടപെട്ടല്ലോ. എന്നാൽ അതേ പോലീസ് ഇതിൽ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ കലക്ടറുടെ മൊഴി 2 ഘട്ടങ്ങളിൽ 2ആയി പറഞ്ഞു എന്ന് സംശയിക്കുന്ന മൊഴി. ആ മൊഴിയുടെ വസ്തുത എന്താണെന്ന് പോലീസ് പറയാൻ തയ്യാറായോ? ഇല്ല.
അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്വേഷണങ്ങളിൽ എത്തി നിൽക്കുന്ന ഭാഗം, ഇനി അതിൻ്റെ തുടരന്വേഷണങ്ങൾ എത്തിയത് എവിടെയാണ്, ഇതൊന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ കേസിൽ നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കള്ളപ്പരാതി അയച്ചു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയത്തിൻ്റെ പിറകിലാരെന്ന് അന്വേഷിക്കാത്ത കേസിൽ അങ്ങനെ ഒരുപിടി വിഷയങ്ങൾക്ക് സത്യം തിരിച്ചറിയാത്ത ഒരു ഘട്ടത്തിൽ ഈ കുടുംബം സംശയിക്കുന്നതിൽ ഒരു കാര്യത്തിൽ നമുക്ക് തള്ളി പറയാൻ കഴിയില്ല. ഈ കുടുംബം കൃത്യമായി സംശയിക്കുന്നത് ഫാക്റ്റാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. ഇനി കോൺസ്പിറസി, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയുന്നത് പോലെ തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്? ഇതിൻ്റെ തുടക്കത്തിൽ കത്ത് നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് നമുക്കറിയാം. പ്രശാന്തിൻ്റെ വീഡിയോ, വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ വീഡിയോ വിവിധങ്ങളായ ന്യായങ്ങളാണ് പറഞ്ഞത് നമുക്കറിയാം. ഇതിൻ്റെ പിറകിലൊക്കെ ആരാണ് ഇടപെട്ടതെന്ന് അന്വേഷിച്ച് പുറത്തു വരണ്ടേ? അങ്ങനെയൊക്കെയും കൃത്യമായി ഇത് മറച്ചു വെക്കാൻ ആരോ ആസൂത്രിതമായി നടത്തുന്നു എന്നത് നിരന്തരമായി കുടുംബത്തിന് വാദമുണ്ടായിരുന്നു. എന്നാൽ അത് പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും കുടുംബം അന്വേഷണത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നു. ഞാൻ പറയുന്നത് CPM-കാരോടാണ്, ഈ സർക്കാരിനോടാണ്. ആ കുടുംബം ഇപ്പോഴും നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ സത്യമറിയാൻ, ഇനിയെങ്കിലും സത്യം പുറത്തു വരാൻ അവരുടെ ആശങ്കകൾ കോടതിക്ക് മുമ്പിൽ പറഞ്ഞു. ഇനിയെങ്കിലും അവർ ആ ആശങ്ക അംഗീകരിച്ചുകൊണ്ട് കോടതി അതിന് അനുകൂലമാവുന്ന രൂപത്തിലേക്ക് നടപടിയെടുക്കാനുള്ള ഭാഗമായി സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. അവരുടെ എല്ലാ ആശങ്കയും 100% അംഗീകരിക്കുന്ന രൂപത്തിലാണ് ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നത് എന്നത് വ്യക്തമാണ്. അതിൻ്റെ പിറകിൽ അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം. പക്ഷേ ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് കണ്ടല്ലോ, ഇതിപ്പോൾ ഒരു കൊലപാതകമാണ്, കെട്ടിത്തൂക്കിയതാണ് എന്നൊരു ആരോപണത്തിലേക്ക് കുടുംബം പോകുമ്പോൾ അതിൽ രക്ഷപ്പെടുക ദിവ്യ ആയിരിക്കും എന്നൊരു നിരീക്ഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് ആരോപണം ചെല്ലുമ്പോൾ ദിവ്യ ക്വാഷ് ചെയ്യാൻ ഹർജി നൽകും. ആ തരത്തിലേക്ക് പോകുമ്പോൾ ദിവ്യയ്ക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുത് ലഭിക്കും എന്നുള്ള നിരീക്ഷണത്തെ എങ്ങനെയാണ് രീതി കാണുന്നത്? അവരുടെ ആവശ്യമെന്നത് ഇതിൻ്റെ സത്യം എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇന്ന കാരണങ്ങളാൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ ഇവർ ഉന്നത ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഇരിക്കെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയാൽ അത് വിശ്വാസയോഗ്യമാവില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇതിൻ്റെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കലക്ടറുടെ ഇടപെടൽ, ദിവ്യയുടെ ഇടപെടൽ, അവർക്കിടയിലുള്ള അന്വേഷണങ്ങൾ, ഇതൊന്നും മുന്നോട്ട് പോയില്ല. ഇത്തരം കാര്യങ്ങളാൽ ഇതിൻ്റെ സത്യം എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി കൊലപാതകമാണോ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. സത്യം ഞങ്ങൾക്കറിയണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി വരണം. അതൊരു കുടുംബത്തിന് സ്വാഭാവികമാണ്, അവരുടെ ആശങ്കയല്ലേ. ആ ആശങ്ക ബേസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടക്കട്ടെ. അതിനാർക്കാണ് തടസ്സം? ഇനി എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ വാദം കുടുംബം ഉന്നയിക്കുന്നതെന്ന ആശയം വരുമ്പോൾ ഇന്നയാൾ തന്നെ പ്രതിയാവണമെന്നതല്ല, സത്യം പുറത്തു വരണമെന്ന കൃത്യമായ ഇടപെടലാണ്. അതിന് ഒരു കാര്യം ഞാൻ ഉന്നയിക്കാം. ഇദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പോർട്ട്ഫോളിയോയുടെ അടിയിലല്ലാത്ത ഒരു മാറ്ററിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടിന്യൂസ് ആയി ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് അത് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം പിരിഞ്ഞു പോകുന്ന ഒരു ചടങ്ങിൽ വന്നിട്ട് അദ്ദേഹത്തെ അപഹസിച്ച് സംസാരിച്ച് അതിൻ്റെ വീഡിയോ പത്തനംതിട്ടയിൽ അയച്ചു കൊടുക്കുക. ഇൻറ്റൻഷൻ സംശയാസ്പദമാണെന്നാണ് ഞങ്ങളുടെ വാദം. അതിപ്പോഴും അത് പറയുന്നു. ഇനി ഇതിൻ്റെ പിന്നിൽ ഈ ഒരാൾ ആത്മഹത്യ ചെയ്ത് പോകണമെങ്കിൽ ഈ മനുഷ്യൻ ഒരു കത്തെങ്കിലും എഴുതി വെക്കാതെ ആത്മഹത്യ ചെയ്യില്ലെന്ന വാദമുണ്ട്. അങ്ങനെയും ഒരു വാദം ഉയർത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിറകിൽ ഇപ്പോൾ പ്രതി പട്ടികയിലുള്ള ആൾ തന്നെയാണോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരുപാട് മേഖലകളുണ്ട്. സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായ ഗൂഢാലോചന, അതിൻ്റെ കത്ത്, അതിൻ്റെ സത്യം എവിടെ? അതൊന്നും പുറത്തു വന്നില്ലല്ലോ. അങ്ങനെ പുറത്തു വരാത്ത ഒരുപാട് വിഷയങ്ങൾ, ഡസൻ കണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിൽ സത്യം പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മഞ്ജുഷയുടെ വാദം അംഗീകരിക്കപ്പെടേണ്ടതാണ്. പൂർണ്ണമായി അതിൻ്റെ സത്യം അന്വേഷിച്ച് കൊണ്ടുവരാൻ ഒരു കേന്ദ്ര ഏജൻസി വരിക എന്ന ആവശ്യം കൃത്യമായി അംഗീകരിച്ച് കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.